ചരിത്രം എന്നത് വെറും അക്കങ്ങളും വർഷങ്ങളുമല്ല, മറിച്ച് അത് രക്തവും വിയർപ്പും മനുഷ്യൻ്റെ അടങ്ങാത്ത സ്വപ്നങ്ങളും കൊണ്ട് എഴുതപ്പെട്ട ഒരു മഹാകാവ്യമാണ്. ആ കാവ്യത്തിലെ ഏറ്റവും ഉജ്ജ്വലവും അതേസമയം രക്തരൂക്ഷിതവുമായ അധ്യായങ്ങളിലൊന്നാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാന പാദം, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ തീച്ചൂളയിൽ യൂറോപ്പ് മുഴുവൻ എരിഞ്ഞടങ്ങുകയാണെന്ന് തോന്നിച്ച കാലം. തെരുവുകളിൽ ഗില്ലറ്റിനുകൾ മനുഷ്യരുടെ ചോര കുടിക്കുന്ന സമയം. രാജാവിനെ കൊലപ്പെടുത്തിയതിനു ശേഷം അരാജകത്വത്തിലേക്ക് കൂപ്പുകുത്തിയ ഫ്രാൻസിന് രാജ്യത്തെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാൻ ഒരു നാഥനെ ആവശ്യമുണ്ടായിരുന്നു. അവിടെയാണ് വിധി ഒരു അസാധാരണ മനുഷ്യന് ജന്മം നൽകിയത്. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച സൈനിക തന്ത്രജ്ഞൻ, യൂറോപ്പിനെ വിറപ്പിച്ച ഒരു മഹാസാമ്രാജ്യത്തിൻ്റെ അധിപൻ, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ചോരയിൽ ജനിച്ച വിപ്ലവത്തിൻ്റെ പുത്രൻ നെപ്പോളിയൻ ബോണപ്പാർട്ട്. മെഡിറ്ററേനിയൻ കടലിലെ കോർസിക്ക എന്ന കൊച്ചു ദ്വീപിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. ഫ്രഞ്ച് ഭാഷ ശരിക്ക് ഉച്ചരിക്കാൻ അറിയാതെ സ്കൂളിൽ സഹപാഠികളാൽ പരിഹസിക്കപ്പെട്ട ഒരു അന്തർമുഖനായ കുട്ടിയിൽ നിന്ന് ലോകത്തിൻ്റെ നെറുകയിലെത്തിയ ആ മനുഷ്യൻ്റെ അതിസാഹസികമായ ജീവിതകഥ ഏതൊരു സിനിമയേക്കാളും ഉദ്വേഗജനകമാണ്. മനുഷ്യചരിത്രം അദ്ദേഹത്തെ പല രീതിയിലാണ് നോക്കിക്കാണുന്നത്. ഒരു വശത്ത് തളരാത്ത വീര്യത്തോടെ യൂറോപ്പ് മുഴുവൻ കീഴടക്കിയ അജയ്യനായ പടയാളി, ഇന്നും പല രാജ്യങ്ങളും പിന്തുടരുന്ന ആധുനിക നിയമങ്ങളുടെയും ഭരണ സംവിധാനങ്ങളുടെയും ശില്പി. തൻ്റെ സൈനികർക്കും അനുയായികൾക്കും അദ്ദേഹം ദൈവതുല്യനായ വീരനായകനായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾക്കോ ലോകം നശിപ്പിക്കാൻ വന്ന ഒരു ഏകാധിപതിയും. വെറുമൊരു പീരങ്കി പടയുടെ ക്യാപ്റ്റനിൽ നിന്ന് യൂറോപ്പിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള രാജവംശങ്ങളെ വിറപ്പിക്കുന്ന ചക്രവർത്തി പദത്തിലേക്ക് അദ്ദേഹം എങ്ങനെയാണ് നടന്നു കയറിയത്? എന്തുകൊണ്ടാണ് ലക്ഷക്കണക്കിന് സൈനികർ അദ്ദേഹത്തിൻ്റെ ഒരു വാക്കിനായി, ഒരു നോട്ടത്തിനായി സ്വന്തം ജീവൻ വെടിയാൻ തയ്യാറായത്? ഈജിപ്തിലെ ചുട്ടുപൊള്ളുന്ന മണലാരണ്യങ്ങൾ മുതൽ റഷ്യയിലെ മരവിപ്പിക്കുന്ന മഞ്ഞുമലകൾ വരെ നീളുന്ന അദ്ദേഹത്തിൻ്റെ അശ്വമേധത്തിന് പറയാൻ ഒരുപാട് കഥകളുണ്ട്. ഞാൻ ശ്രീജിത്ത് നരേറ്റ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ യാത്രയിൽ ആധുനിക യൂറോപ്പിൻ്റെ ശില്പിയായ നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ന മനുഷ്യൻ്റെ അവിശ്വസനീയമായ ഉയർച്ചയും, ഒടുവിൽ വാട്ടർലൂവിലെ പരാജയത്തിന് ശേഷം സെൻറ്റ് ഹെലീന എന്ന വിജനമായ ദ്വീപിൽ ഒറ്റപ്പെട്ടു മരണം വരിക്കുന്നതുവരെയുള്ള ആ സംഭവബഹുലമായ ചരിത്രത്തിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ പോകുന്നത് വെടിയുണ്ടകൾക്കും പീരങ്കികൾക്കും ഇടയിലൂടെ ചരിത്രം തിരുത്തിയെഴുതിയ ഒരു മനുഷ്യൻ്റെ യുദ്ധഭൂമിയിലേക്കാണ്. വർഷം 1769 ഓഗസ്റ്റ് 15. മെഡിറ്ററേനിയൻ കടലിലെ ഒരു കൊച്ചു ദ്വീപായ കോർസിക്കയിലെ അജസിയോയിൽ ഒരു ആൺകുട്ടി ജനിക്കുന്നു. അന്ന് ആരും കരുതിയിരുന്നില്ല ഈ ബാലൻ ഭാവിയിൽ യൂറോപ്പിൻ്റെ ചരിത്രം തന്നെ മാറ്റിമറിക്കുമെന്ന്. കോർസിക്ക അന്ന് ഫ്രാൻസിൻ്റെ അധീനതയിലായിരുന്നു. നെപ്പോളിയൻ്റെ ജനനത്തിന് തൊട്ടു മുൻപ് മാത്രമാണ് ഫ്രാൻസ് ദ്വീപിനെ കീഴ്പ്പെടുത്തിയത്. അതിനാൽ തന്നെ തൻ്റെ കുട്ടിക്കാലത്ത് ഒരു കടുത്ത ഫ്രഞ്ച് വിരുദ്ധനായിരുന്നു നെപ്പോളിയൻ. ഒരു സാധാരണ കുലീന കുടുംബത്തിലായിരുന്നു ജനനമെങ്കിലും വലിയ സമ്പത്തൊന്നും അവർക്കുണ്ടായിരുന്നില്ല. 10-ാം വയസ്സിൽ ഫ്രാൻസിലെ സൈനിക സ്കൂളിൽ ചേരാൻ പോയപ്പോൾ അവൻ അവിടെ ഒരു അപരിചിതനായിരുന്നു. അവൻ്റെ ഭാഷയും രീതികളും ഫ്രഞ്ചുകാർക്ക് വിചിത്രമായി തോന്നി. അവൻ്റെ ഫ്രഞ്ച് ഉച്ചാരണം അത്ര നന്നായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സഹപാഠികൾ അവനെ നിരന്തരം കളിയാക്കിയിരുന്നു. പക്ഷെ ആ ഒറ്റപ്പെടലിലാണ് അവൻ തൻ്റെ ഏറ്റവും വലിയ ആയുധം കണ്ടെത്തിയത്: പുസ്തകങ്ങൾ. ചരിത്രവും കണക്കും യുദ്ധതന്ത്രങ്ങളും അവൻ ആവേശത്തോടെ പഠിച്ചു. അലക്സാണ്ടർ ദ ഗ്രേറ്റിനെയും ജൂലിയസ് സീസറേയും പോലെ ഒരാളാകാൻ അവൻ കൊതിച്ചു. ആ നിശബ്ദനായ ബാലൻ്റെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം പോയെന്നുണ്ടായിരുന്നു. നെപ്പോളിയൻ തൻ്റെ കരിയർ തുടങ്ങുന്ന സമയത്താണ് ഫ്രാൻസിൽ ചരിത്രം മാറുന്നത്. 1789 ഫ്രഞ്ച് വിപ്ലവം. നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന രാജഭരണം തകർന്നു വീഴുന്നു. സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന മുദ്രാവാക്യം പാരീസിൻ്റെ തെരുവുകളിൽ മുഴങ്ങുന്നു. ഈ അരാജകത്വത്തിനിടയിലാണ് നെപ്പോളിയൻ എന്ന യുവ സൈനികൻ തൻ്റെ കഴിവ് തെളിയിക്കാൻ അവസരം തേടുന്നത്. വർഷം 1793. ഫ്രഞ്ച് വിപ്ലവം അതിൻ്റെ ഏറ്റവും രക്തരൂക്ഷിതമായ കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. രാജ്യത്തിനകത്തും പുറത്തും ശത്രുക്കൾ. ഈ പ്രതിസന്ധികൾക്കിടയിലാണ് ഫ്രാൻസിന് ഏറ്റവും വലിയ ഇരുട്ടടി ലഭിക്കുന്നത്. ഫ്രാൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാവിക താവളമായ ടൗലോൺ നഗരം റിപ്പബ്ലിക്കിനെതിരെ തിരിഞ്ഞു. വെറുമൊരു കലാപമായിരുന്നില്ല അത്. നഗരവാസികൾ ബ്രിട്ടീഷ് സ്പാനിഷ് സഖ്യസേനയെ അങ്ങോട്ട് ക്ഷണിച്ചു വരുത്തി. ലോകത്തെ വിറപ്പിക്കുന്ന ബ്രിട്ടീഷ് അഡ്മിറൽ ലോർഡ് ഹൂഡിൻ്റെ നേതൃത്വത്തിലുള്ള കരുത്തുറ്റ നാവികപ്പട
ടൗലോൺ തുറമുഖത്ത് നങ്കൂരമിട്ടു. ഫ്രാൻസിൻ്റെ സ്വന്തം കപ്പലുകളും ആയുധപ്പുരകളും ശത്രുക്കളുടെ കൈകളിലായി. ഫ്രഞ്ച് റിപ്പബ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മരണമണിയായിരുന്നു. ഈ പ്രദേശം തിരിച്ചുപിടിക്കാൻ ഫ്രഞ്ച് സൈന്യം മാസങ്ങളോളം കിണഞ്ഞു ശ്രമിച്ചെങ്കിലും അതിദാരുണമായി പരാജയപ്പെട്ടു. സൈനിക നേതൃത്വത്തിൻ്റെ കഴിവുകേടും ആസൂത്രണമില്ലായ്മയുമായിരുന്നു പ്രധാന കാരണം. പരാജയത്തിൻ്റെ വക്കിൽ നിൽക്കുന്ന ആ നിമിഷത്തിലാണ് വിധി ഫ്രാൻസിനായി മറ്റൊരു തിരക്കഥ എഴുതുന്നത്. പരിക്കേറ്റ ഒരു കമാൻഡർക്ക് പകരക്കാരനായി 24 വയസ്സ് മാത്രമുള്ള ഒരു യുവ ആർട്ടിലറി ക്യാപ്റ്റൻ ടൗലോണിലേക്ക് വന്നെത്തുന്നു. മെലിഞ്ഞുണങ്ങിയ ശരീരപ്രകൃതിയുള്ള കോർസിക്കൻ ഉച്ചാരണത്തിൽ ഫ്രഞ്ച് സംസാരിക്കുന്ന ഒരു യുവാവ്, നെപ്പോളിയൻ ബോണപ്പാർട്ട്. മറ്റുള്ളവർ ടൗലോണിനെ ഒരു വലിയ പ്രതിസന്ധിയായി കണ്ടപ്പോൾ നെപ്പോളിയൻ അതിനെ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അവസരമായാണ് കണ്ടത്. മുതിർന്ന ജനറൽമാർ നഗരത്തിലേക്ക് നേരിട്ട് കാലാൾപ്പടയെ അയച്ച് ആക്രമണം നടത്താൻ പദ്ധതിയിട്ടപ്പോൾ നെപ്പോളിയൻ ആ യുദ്ധഭൂമിയെ ഒരു ഗണിത ശാസ്ത്രജ്ഞനെ പോലെയാണ് നോക്കിക്കണ്ടത്. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ടൗലോൺ നഗരത്തിലായിരുന്നില്ല, മറിച്ച് തുറമുഖത്തിന് അഭിമുഖമായി നിൽക്കുന്ന ലേ ഗ്യുലേറ്റ് എന്ന കുന്നിൻ മുകളിലായിരുന്നു. ആ കുന്നിൻ്റെ തന്ത്രപ്രധാനമായ സ്ഥാനം അദ്ദേഹം മനസ്സിലാക്കി. ആ കുന്നിൻ മുകളിൽ പീരങ്കികൾ വിന്യസിച്ചാൽ താഴെ തുറമുഖത്ത് നങ്കൂരമിട്ടിരിക്കുന്ന ബ്രിട്ടീഷ് കപ്പലുകൾക്കുമേൽ തീമഴ പെയ്യിക്കാൻ കഴിയുമെന്ന് ആ യുവ ഓഫീസർ തിരിച്ചറിഞ്ഞു. ആ കുന്ന് പിടിച്ചെടുക്കുക, ടൗലോൺ നിങ്ങളുടെ കാൽ കീഴിലാകുമെന്ന് അദ്ദേഹം ജനറൽമാരോട് തീർത്തു പറഞ്ഞു. നെപ്പോളിയൻ്റെ പദ്ധതിക്ക് ആദ്യം വലിയ പുച്ഛവും എതിർപ്പുകളുമാണ് നേരിടേണ്ടി വന്നത്. എന്നാൽ ഒടുവിൽ ഗത്യന്തരമില്ലാതെ അദ്ദേഹത്തിന് അനുമതി ലഭിച്ചു. രാപ്പകലില്ലാതെ അദ്ദേഹം സൈനികരോടൊപ്പം പണിയെടുക്കാൻ തുടങ്ങി. കിടങ്ങുകൾ കുഴിച്ചും മണൽ ചാക്കുകൾ അടുക്കിയും ശത്രുക്കളുടെ കണ്ണുവെട്ടിച്ച് പീരങ്കികൾ കുന്നിൻ ചെരുവിലേക്ക് എത്തിച്ചു. ഒരു സാധാരണ ക്യാപ്റ്റനിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം സൈനികർക്കൊപ്പം ചെളിയിലും മഴയിലും പീരങ്കികൾ വലിക്കാൻ കൂടി. ആ സമർപ്പണം സൈനികർക്കിടയിൽ ഒരു വലിയ ആവേശമായി മാറി. 1793 ഡിസംബർ 17 അർദ്ധരാത്രി, കോരിച്ചൊരിയുന്ന മഴയും കോടമഞ്ഞും നിറഞ്ഞ സമയം. നെപ്പോളിയൻ ആക്രമണത്തിന് ഉത്തരവിട്ടു. കുന്നിൻ മുകളിലെ ബ്രിട്ടീഷ് സ്പാനിഷ് സൈനികർ ശക്തമായി തിരിച്ചടിച്ചു. വെടിയുണ്ടകളും പീരങ്കി ഷെല്ലുകളും മരണത്തിൻ്റെ ശബ്ദത്തോടെ ചീറിപ്പായുന്ന നിമിഷങ്ങൾ. ഇരുട്ടിൽ നടന്ന ആ നേരിട്ടുള്ള പോരാട്ടത്തിൽ നെപ്പോളിയൻ്റെ തുടയിൽ ശത്രുവിൻ്റെ ബയനറ്റ് ആഴത്തിൽ കുത്തിയിറങ്ങി. രക്തം വാർന്നൊഴുകിയിട്ടും അദ്ദേഹം പിന്മാറാൻ തയ്യാറായില്ല. പരുക്കുകൾ വകവയ്ക്കാതെ അദ്ദേഹം തൻ്റെ സൈന്യത്തെ മുന്നോട്ട് നയിച്ചു. മണിക്കൂറുകൾ നീണ്ട രക്തരൂക്ഷിതമായ പോരാട്ടത്തിനൊടുവിൽ ഫ്രഞ്ച് സൈന്യം ആ കുന്നിൻ മുകളിൽ തങ്ങളുടെ പതാക നാട്ടി. നെപ്പോളിയൻ്റെ ഗണിതം അക്ഷരം പ്രതി ശരിയാണെന്ന് തെളിഞ്ഞ നിമിഷങ്ങളായിരുന്നു പിന്നീടുണ്ടായത്. തുറമുഖത്തേക്ക് തിരിച്ചുവെച്ച പീരങ്കികളിൽ നിന്ന് ഫ്രഞ്ച് പട തീതുപ്പി. ചുടുകട്ടകൾ പോലെ പഴുപ്പിച്ച പീരങ്കി ഉണ്ടകൾ ബ്രിട്ടീഷ് മരക്കപ്പലുകൾക്ക് മേൽ പതിച്ചു. അതിശക്തമായ ബ്രിട്ടീഷ് നാവികപ്പടയ്ക്ക് കരയിൽ നിന്നുള്ള ഈ അപ്രതീക്ഷിത ആക്രമണത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാനായില്ല. കപ്പലുകൾ തീപിടിക്കാൻ തുടങ്ങിയതോടെ ബ്രിട്ടീഷ് ക്യാമ്പിൽ പരിഭ്രാന്തിയായി. നങ്കൂരം പിഴുതുമാറ്റി ജീവനും കൊണ്ടോടുകയല്ലാതെ അഡ്മിറൽ ഹൂഡിനും മറ്റു വഴികളില്ലായിരുന്നു. ടൗലോണിലെ ആയുധപ്പുരകൾക്ക് തീവച്ച ശേഷം ബ്രിട്ടീഷ് സൈന്യം അവിടെ നിന്ന് പലായനം ചെയ്തു. അസാധ്യമെന്ന് കരുതിയ ഒരു വലിയ വിജയം ആ 24-കാരൻ ഫ്രാൻസിന് നേടിക്കൊടുത്തു. തലച്ചോറില്ലാത്ത വെറും ആക്രമണങ്ങളല്ല, കൃത്യമായ ഭൂമിശാസ്ത്രപരമായ അറിവും ആസൂത്രണവുമാണ് യുദ്ധങ്ങൾ ജയിക്കാൻ വേണ്ടതെന്ന് അദ്ദേഹം യൂറോപ്പിന് കാണിച്ചു കൊടുത്തു. ഈ ഒരൊറ്റ വിജയം നെപ്പോളിയൻ്റെ തലവര മാറ്റിമറിച്ചു. യുദ്ധതന്ത്രത്തിലെ മികവ് കണ്ട് ഒരു സാധാരണ ക്യാപ്റ്റനിൽ നിന്ന് നേരിട്ടൊരു ബ്രിഗേഡിയർ ജനറൽ പദവിയിലേക്ക് ആ യുവാവ് ഉയർത്തപ്പെട്ടു. ടൗലോണിലെ ആ പീരങ്കി ശബ്ദങ്ങൾ കേവലം ഒരു യുദ്ധവിജയത്തിൻ്റെ വിളംബരമായിരുന്നില്ല. വരാനിരിക്കുന്ന 4 നൂറ്റാണ്ടുകാലം യൂറോപ്പിനെ മുഴുവൻ വിറപ്പിക്കാൻ പോകുന്ന ഒരു മഹാസാമ്രാജ്യത്തിൻ്റെ, നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ന മനുഷ്യൻ്റെ അശ്വമേധത്തിൻ്റെ തുടക്കമായിരുന്നു. വർഷം 1796. യൂറോപ്പിൻ്റെ ഭൂപടം മാറ്റി വരയ്ക്കാൻ പോകുന്ന ആ വലിയ ചുവടുവെപ്പ് അവിടെ ആരംഭിക്കുകയാണ്. ഫ്രഞ്ച് സൈന്യത്തിൻ്റെ ഇറ്റാലിയൻ വിഭാഗത്തിൻ്റെ കമാൻഡറായി 26-കാരനായ നെപ്പോളിയൻ ബോണപ്പാർട്ട് നിയമിതനാകുന്നു. എന്നാൽ അദ്ദേഹത്തെ കാത്തിരുന്നത് സുസജ്ജമായ ഒരു വലിയ സൈന്യമായിരുന്നില്ല, മറിച്ച് വിശപ്പും രോഗവും തളർത്തിയ ഒരു കൂട്ടം മനുഷ്യരായിരുന്നു. മാസങ്ങളായി അവർക്ക് ശമ്പളം ലഭിച്ചിരുന്നില്ല. കീറിയ വസ്ത്രങ്ങളും ചോരുന്ന ഷൂകളും ധരിച്ച ആയുധങ്ങളില്ലാത്ത ഒരു ദയനീയ പട തണുത്തുറഞ്ഞ ആൽപ്സ് പർവ്വതനിരകളുടെ താഴ്വരയിൽ പ്രതീക്ഷയേറ്റ് കഴിഞ്ഞിരുന്ന ആ സൈനികരുടെ മുന്നിലേക്കാണ് നെപ്പോളിയൻ കടന്നു ചെല്ലുന്നത്. പരാജയത്തിൻ്റെ വക്കിൽ നിന്നിരുന്ന ആ സേനയെ
ഒരു അജയ്യ ശക്തിയാക്കി മാറ്റുക എന്ന അസാധ്യമായ ദൗത്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ടായിരുന്നത്. മുൻഗാമികളെപ്പോലെ അവരെ ശാസിക്കാനോ അച്ചടക്കം പഠിപ്പിക്കാനോ അദ്ദേഹം ശ്രമിച്ചില്ല. പകരം അവരുടെ കണ്ണിലേക്ക് നോക്കി ചരിത്രം കണ്ട ഏറ്റവും മികച്ച ആവേശോജ്വലമായ പ്രസംഗങ്ങളിലൊന്ന് അദ്ദേഹം നടത്തി. സൈനികരെ, നിങ്ങൾക്ക് വസ്ത്രമില്ല, ഭക്ഷണമില്ല. ഗവൺമെൻറ് നിങ്ങളോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് നൽകാൻ അവരുടെ പക്കലൊന്നുമില്ല. നിങ്ങളുടെ ക്ഷമയും ധൈര്യവും പ്രശംസനീയമാണ്. എന്നാൽ അത് നിങ്ങൾക്ക് പ്രശസ്തി നൽകുന്നില്ല. ലോകത്തിലെ ഏറ്റവും ഫലഭൂയിഷ്ടമായ സമ്പന്നമായ സമതലങ്ങൾ ഇതാ നിങ്ങൾക്ക് മുന്നിൽ കിടക്കുന്നു. സമ്പന്നമായ പ്രവിശ്യകളും വലിയ നഗരങ്ങളും നിങ്ങളുടെ കാൽ കീഴിലാകും. അവിടെ നിങ്ങൾക്ക് ബഹുമതിയും പ്രശസ്തിയും സമ്പത്തും ലഭിക്കും. ഫ്രാൻസിൻ്റെ സൈനികരെ, നിങ്ങൾക്ക് അതിനുള്ള ധൈര്യമില്ലേ? നമുക്ക് മുന്നോട്ട് പോകാം. ആ വാക്കുകൾക്ക് ഒരു മാന്ത്രിക ശക്തി ഉണ്ടായിരുന്നു. വിശന്നു തളർന്ന ആ പടയാളികൾ പെട്ടെന്ന് ഇര തേടുന്ന സിംഹങ്ങളെ പോലെയായി. പഴയ യുദ്ധരീതികളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ശത്രുക്കൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത വേഗതയിൽ അദ്ദേഹം ഇറ്റലിയിലൂടെ മിന്നൽ വേഗത്തിൽ മുന്നേറി. യൂറോപ്പിലെ ഏറ്റവും കരുത്തുറ്റ ഓസ്ട്രിയൻ സൈന്യം ആ വേഗതയ്ക്ക് മുന്നിൽ പകച്ചുപോയി. ലോഡി പാലത്തിലെ യുദ്ധവും ആർക്കോളയിലെ പോരാട്ടവും അദ്ദേഹത്തിൻ്റെ യുദ്ധതന്ത്രങ്ങളുടെ എക്കാലത്തെയും വലിയ ഉദാഹരണങ്ങളാണ്. സുരക്ഷിതമായ ടെൻറ്റിലിരുന്ന് ഉത്തരവുകൾ മാത്രം നൽകുന്ന ഒരു കമാൻഡർ ആയിരുന്നില്ല നെപ്പോളിയൻ. ആർക്കോളയിലെ ഇടുങ്ങിയ പാലത്തിൽ വെടിയുണ്ടകൾ മഴ പോലെ പെയ്യുമ്പോൾ ഫ്രഞ്ച് പതാകയും പിടിച്ച് ശത്രുക്കൾക്ക് നേരെ പാലത്തിലേക്ക് ഓടിക്കയറിയത് സാക്ഷാൽ നെപ്പോളിയനായിരുന്നു. സ്വന്തം ജീവൻ പണയം വെച്ചുള്ള ആ മുന്നേറ്റം സൈനികരെ അത്ഭുതപ്പെടുത്തി. സൈനികർക്കൊപ്പം ചെളിയിലും ചോരയിലും പൊരുതാനും പീരങ്കികൾക്ക് സ്വയം ഉന്നം പിടിക്കാനും അദ്ദേഹം തയ്യാറായി. ഈ അസാമാന്യ ധൈര്യവും ലളിതമായ ഇടപെടലും കണ്ടപ്പോൾ സൈനികർ അദ്ദേഹത്തെ ചെറിയ കോർപ്പറൽ, ദ ലിറ്റിൽ കോർപ്പറൽ എന്ന് സ്നേഹത്തോടെ വിളിച്ചു. അത് കേവലം ഒരു വിളിപ്പേരായിരുന്നില്ല. ജീവൻ കൊടുത്തും ആ മനുഷ്യനെ സംരക്ഷിക്കുമെന്ന് അവരുടെ ഉറപ്പായിരുന്നു. അവർ അദ്ദേഹത്തിന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായി. തുടർച്ചയായി വിജയങ്ങൾ നെപ്പോളിയനെ വെറുമൊരു സൈനികൻ എന്നതിലുപരി അതിശക്തനായ ഒരു രാഷ്ട്രീയ നേതാവാക്കി മാറ്റി. ശത്രു രാജ്യങ്ങളുമായി സർക്കാരിനെ മറികടന്ന് നേരിട്ട് സമാധാന കരാറുകൾ ഉണ്ടാക്കിയതും അവിടെ നിന്ന് ലഭിച്ച കോടിക്കണക്കിന് രൂപയുടെ സമ്പത്തും വിലമതിക്കാനാവാത്ത കലാസൃഷ്ടികളും പാരീസിലേക്ക് അയച്ചതും അദ്ദേഹത്തെ ഫ്രാൻസിലെ ഏറ്റവും ജനകീയനായ നായകനാക്കി. യൂറോപ്പിനെ വിറപ്പിക്കുന്ന ഒരു ചക്രവർത്തിയുടെ ജനനം അവിടെ കുറിക്കപ്പെടുകയായിരുന്നു. വിജയങ്ങൾക്കിടയിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു സ്ഥാനമുണ്ടായിരുന്നു ജോസഫൈൻ ഡി ബോവർണൈസിന്. തന്നെക്കാൾ പ്രായമുള്ള 2 കുട്ടികളുടെ അമ്മയായ ജോസഫൈനെ നെപ്പോളിയൻ തീവ്രമായി പ്രണയിച്ചു. യുദ്ധഭൂമിയിലിരിക്കുമ്പോൾ പോലും അദ്ദേഹം അവൾക്ക് കത്തുകൾ എഴുതി. നീയില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് സമാധാനമില്ല എന്ന് അദ്ദേഹം തൻ്റെ ഡയറിയിൽ കുറിച്ചു. അവരുടെ പ്രണയം വിവാഹത്തിൽ എത്തിയെങ്കിലും നെപ്പോളിയൻ്റെ കുടുംബം അത് അത്ര നല്ല രീതിയിലല്ല സ്വീകരിച്ചത്. എന്നാൽ നെപ്പോളിയനെ സംബന്ധിച്ചിടത്തോളം ജോസഫൈൻ അദ്ദേഹത്തിൻ്റെ ഭാഗ്യമായിരുന്നു. ഇറ്റലിയിലെ അത്യുജ്വല വിജയത്തിന് ശേഷം നെപ്പോളിയൻ്റെ കണ്ണുകൾ കിഴക്കോട്ട് തിരിഞ്ഞു, ഈജിപ്തിലേക്ക്. യൂറോപ്പിലെ ഏറ്റവും വലിയ ശത്രുവായ ബ്രിട്ടനെ സാമ്പത്തികമായി തകർക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഈജിപ്റ്റ് കീഴടക്കുന്നതിലൂടെ ബ്രിട്ടൻ്റെ ഇന്ത്യയിലേക്കുള്ള തന്ത്രപ്രധാനമായ വ്യാപാര പാത ഇല്ലാതാക്കാം എന്ന് അദ്ദേഹം കണക്കുകൂട്ടി. 1798 ഫ്രാൻസിൽ നിന്ന് അദ്ദേഹം പുറപ്പെടുമ്പോൾ കൂടെ വെറും സൈനികർ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്. ഗണിതശാസ്ത്രജ്ഞരും ചരിത്രകാരന്മാരും എഞ്ചിനീയർമാരും അടങ്ങുന്ന വലിയൊരു സംഘം തന്നെ ആ കപ്പലിൽ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടാകാം യുദ്ധത്തിനൊപ്പം ശാസ്ത്ര പഠനത്തിനും ഒരു ഭരണാധികാരി ഇത്രയധികം പ്രാധാന്യം നൽകുന്നത്. ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെയുള്ള യാത്ര ഫ്രഞ്ച് സൈനികരെ വല്ലാതെ തളർത്തിയിരുന്നു. എന്നാൽ ഗിസയിലെ ചരിത്ര പ്രസിദ്ധമായ പിരമിഡുകളുടെ അരികിൽ വെച്ച് കരുത്തുറ്റ മംലൂക്ക് അശ്വാരൂഢരുമായി ഏറ്റുമുട്ടുന്നതിന് മുൻപ് നെപ്പോളിയൻ തൻ്റെ സൈന്യത്തെ നോക്കി ഗർജിച്ചു. സൈനികരെ ഓർക്കുക, ഈ പിരമിഡുകളുടെ മുകളിൽ നിന്ന് 40 നൂറ്റാണ്ടുകളുടെ ചരിത്രമാണ് നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരൊറ്റ വാചകം ക്ഷീണിച്ചു തളർന്ന സൈനികരിലേക്ക് തീ കോരി ഒഴിച്ചു. കുതിച്ചെത്തുന്ന ശത്രുവിൻ്റെ കുതിരപ്പടയെ നേരിടാൻ അദ്ദേഹം തൻ്റെ സൈനികരെ വലിയ ചതുരാകൃതിയിലുള്ള പ്രതിരോധ നിരകളാക്കി. കരയുദ്ധത്തിൽ ഫ്രഞ്ച് പട അനായാസം വിജയിച്ചു. പക്ഷെ ആ ആഹ്ലാദത്തിന് വെറും ദിവസങ്ങളുടെ ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ.
കടലിൽ ബ്രിട്ടന്റെ കാവൽക്കാരനായ സാക്ഷാൽ അഡ്മിറൽ ഹൊറേഷ്യ നെൽസൺ ഫ്രഞ്ച് കപ്പൽപ്പടയെ പിന്തുടർന്നെത്തിയിരുന്നു. നൈൽ നദീമുഖത്ത് അബൂക്കിർ ഉൾക്കടലിൽ വെച്ച് നെൽസൺ ഫ്രഞ്ച് നാവികപ്പടയെ അക്ഷരാർത്ഥത്തിൽ നാമാവശേഷമാക്കി. തങ്ങളുടെ കപ്പലുകൾ കത്തിയമരുന്ന് നോക്കി നിൽക്കാൻ നെപ്പോളിയന് സാധിച്ചു. സ്വന്തം മണ്ണിലേക്ക് മടങ്ങാനാവാതെ ഫ്രഞ്ച് സൈന്യം ഈജിപ്തിൽ പൂർണ്ണമായും കുടുങ്ങി. ഈ വലിയ സൈനിക പരാജയത്തിനിടയിലും ആ യാത്ര ലോകത്തിന് നൽകിയത് ഏറ്റവും വലിയ ഒരു സംഭാവനയായിരുന്നു. ആ യാത്ര ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന മറ്റൊന്നായിരുന്നു. നെപ്പോളിയൻ കൂടെ കൊണ്ടുപോയ ശാസ്ത്രജ്ഞർ അവിടെയുള്ള പ്രാചീന ചരിത്രശേഷിപ്പുകൾ പഠിച്ചു. 1799 അവിചാരിതമായി അവർ കണ്ടെത്തിയ റോസെറ്റ സ്റ്റോൺ എന്ന ശിലാഫലകം ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചു. ഒരു കാര്യം, 3 വ്യത്യസ്ത ഭാഷകളിൽ എഴുതിയിരിക്കുന്ന ഈ കല്ല് നൂറ്റാണ്ടുകളായി ആർക്കും വായിക്കാൻ കഴിയാതിരുന്ന പ്രാചീന ഈജിപ്ഷ്യൻ ലിപികളുടെ അർത്ഥം കണ്ടെത്താനും പൂർണ്ണമായി ഈജിപ്ഷ്യൻ ചരിത്രം വായിച്ചെടുക്കാനും ലോകത്തെ സഹായിച്ചു. ഇതിനിടെ പാരീസിലെ രാഷ്ട്രീയ സാഹചര്യം പൂർണ്ണമായും കൈവിട്ടു പോവുകയാണെന്ന് മനസ്സിലാക്കിയ നെപ്പോളിയൻ അതിനിർണായകമായൊരു തീരുമാനമെടുത്തു. തൻ്റെ സൈന്യത്തെ ഈജിപ്തിലെ മണലാരണ്യത്തിൽ ഉപേക്ഷിച്ച് വളരെ രഹസ്യമായി ഒരു ചെറിയ കപ്പലിൽ അദ്ദേഹം ഫ്രാൻസിലേക്ക് മടങ്ങി. അതൊരു കേവലം ഒളിച്ചോട്ടമായിരുന്നില്ല, മറിച്ച് ഫ്രാൻസിൻ്റെ സർവാധികാരിയാകാനുള്ള യാത്രയുടെ തുടക്കമായിരുന്നു. 1799 നവംബർ 9 ചരിത്രത്തിൽ ഇതൊരു പ്രധാന ദിവസമാണ്. നെപ്പോളിയൻ ഒരു അട്ടിമറിയിലൂടെ കൂ ഓഫ് 18 ബ്രൂമയർ ഫ്രാൻസിലെ ഭരണം പിടിച്ചെടുത്തു. 3 കൗൺസിലർമാരടങ്ങുന്ന ഒരു ഭരണ സംവിധാനത്തിലെ ഫസ്റ്റ് കൗൺസിലായി അദ്ദേഹം മാറി. വൈകാതെ തന്നെ ഫ്രാൻസിലെ മുഴുവൻ അധികാരവും അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഒതുങ്ങി. ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. നെപ്പോളിയോണിക് കോഡ് എന്ന നിയമസംഹിത അദ്ദേഹം കൊണ്ടുവന്നു. ഇത് ജന്മം കൊണ്ടുള്ള പ്രത്യേക അവകാശങ്ങൾ ഇല്ലാതാക്കി, മതസ്വാതന്ത്ര്യം ഉറപ്പാക്കി, എല്ലാ പൗരന്മാർക്കും തുല്യ നീതി ഉറപ്പുവരുത്തി. ഇന്നും ലോകത്തിലെ പല രാജ്യങ്ങളുടെയും നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഇത് അടിസ്ഥാനമാണ്. ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു, റോഡുകളും പാലങ്ങളും നിർമ്മിച്ചു, വിദ്യാഭ്യാസ രീതികൾ പരിഷ്കരിച്ചു. ഫ്രാൻസ് വീണ്ടും ഒരു വൻ ശക്തിയായി വളർന്നു. 1804 മെയ് മാസത്തിൽ സെനറ്റ് നെപ്പോളിയനെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. ഡിസംബർ 2 പാരീസിലെ നോട്ടർഡാം കത്തീഡ്രലിൽ വെച്ച് ഗംഭീരമായ ചടങ്ങിൽ അദ്ദേഹം കിരീടധാരണം നടത്തി. സാധാരണ ചക്രവർത്തിമാർ പോപ്പിൽ നിന്ന് കിരീടം സ്വീകരിക്കുകയാണ് പതിവ്. എന്നാൽ നെപ്പോളിയൻ ചെയ്തത് മറ്റൊന്നായിരുന്നു. അദ്ദേഹം പോപ്പിൻ്റെ കയ്യിൽ നിന്ന് കിരീടം വാങ്ങി സ്വയം ശിരസിൽ അണിഞ്ഞു. അതൊരു ശക്തമായ സന്ദേശമായിരുന്നു. തൻ്റെ അധികാരം ദൈവമല്ല, മറിച്ച് തൻ്റെ കഠിനാധ്വാനവും സൈന്യവുമാണ് നൽകിയത് എന്ന ഒരു സന്ദേശം. ശേഷം അദ്ദേഹം ജോസഫിനെയും കിരീടമണിയിച്ചു. 1804 പാരീസിലെ നോത്രഡാം കത്തീഡ്രലിൽ വെച്ച് ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായി നെപ്പോളിയൻ സ്വയം കിരീടമണിഞ്ഞപ്പോൾ യൂറോപ്പിലെ രാജവംശങ്ങൾക്ക് അത് സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു. ഒരു സാധാരണക്കാരൻ തങ്ങൾക്ക് മുകളിൽ ചക്രവർത്തിയായി ഇരിക്കുന്നത് അവർക്ക് ഭയമുണ്ടാക്കി. യൂറോപ്പിലെ പ്രധാന ശക്തികളായ ബ്രിട്ടൻ, ഓസ്ട്രിയ, റഷ്യ എന്നിവർ ഫ്രാൻസിനെതിരെ ഒന്നിച്ചു. ചരിത്രത്തിൽ 3ാം സഖ്യം, തേർഡ് കോയലിഷൻ എന്നറിയപ്പെട്ട ഈ കൂട്ടായ്മയെ നേരിടാൻ നെപ്പോളിയൻ തയ്യാറെടുത്തു. ഇതിനായി അദ്ദേഹം തൻ്റെ സൈന്യത്തെ ഉടച്ചു വാർത്തു. അങ്ങനെ ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച സൈനിക വ്യൂഹങ്ങളിലൊന്നായ സാക്ഷാൽ ഗ്രാൻഡ് ആർമി ജന്മമെടുത്തു. പൂർണ്ണമായ അച്ചടക്കവും ആധുനിക യുദ്ധതന്ത്രങ്ങളും വശമുള്ള കോർപ്പുകളായി വിഭജിക്കപ്പെട്ട ഒരു ഭീമൻ യുദ്ധതന്ത്രമായിരുന്നു അത്. 1805 ഡിസംബർ 2 ഇന്നത്തെ ചെക്ക് റിപ്പബ്ലിക്കിലുള്ള ഓസ്റ്റർലിറ്റ്സ് എന്ന കൊച്ചു ഗ്രാമം. ചരിത്രം കണ്ട ഏറ്റവും വലിയ ഭൗതികമായ യുദ്ധത്തിന് അവിടെ കളമൊരുങ്ങി. റഷ്യൻ ചക്രവർത്തി അലക്സാണ്ടർ ഒന്നാമനും ഓസ്ട്രിയൻ ചക്രവർത്തി ഫ്രാൻസിസ് രണ്ടാമനും സംയുക്തമായി നയിച്ച 85,000 വരുന്ന വൻ സൈന്യത്തിന് മുന്നിൽ നെപ്പോളിയൻ്റെ 72,000 പേർ മാത്രമുള്ള ഫ്രഞ്ച് പട നിലകൊണ്ടു. ഇതുകൊണ്ട് തന്നെ ഇതിന് 3 ചക്രവർത്തിമാരുടെ യുദ്ധം, ബാറ്റിൽ ഓഫ് ദി 3 എംപറേഴ്സ് എന്നും വിളിക്കുന്നു. നെപ്പോളിയൻ ഇവിടെ പയറ്റിയത് ഒരു മനഃശാസ്ത്രപരമായ യുദ്ധതന്ത്രമായിരുന്നു. തൻ്റെ സൈന്യം ദുർബലമാണെന്ന് ശത്രുക്കളെ തെറ്റിദ്ധരിപ്പിച്ച അദ്ദേഹം തന്ത്രപ്രധാനമായ പ്രാറ്റ്സൺ ഹൈറ്റ്സ് എന്ന കുന്നിൻ മുകളിൽ നിന്ന് സ്വയം സൈന്യത്തെ പിൻവലിച്ചു. ഇതു കണ്ട റഷ്യൻ ഓസ്ട്രിയൻ സഖ്യം ആവേശത്തോടെ കുന്നിറങ്ങി ഫ്രഞ്ച് സൈന്യത്തിനെ ആക്രമിക്കാൻ പാഞ്ഞെടുത്തു.
ശത്രുക്കളുടെ മധ്യഭാഗം ദുർബലമാകാൻ വേണ്ടിയുള്ള നെപ്പോളിയൻ്റെ ചൂണ്ടയായിരുന്നു അത്. അതിരാവിലെ യുദ്ധഭൂമിയെ മൂടിയിരുന്ന കനത്ത കോടമഞ്ഞ് ശത്രുക്കളുടെ കാഴ്ച മറച്ചു. ശത്രുക്കൾ പൂർണ്ണമായും കെണിയിൽ വീണെന്ന് ഉറപ്പായ നിമിഷം നെപ്പോളിയൻ തൻ്റെ പതുങ്ങിയിരുന്ന സൈന്യത്തോട് പ്രാൻസൻ കുന്നിലേക്ക് ഇരച്ചു കയറാൻ ഉത്തരവിട്ടു. ആ നിമിഷം മഞ്ഞിനെ വകഞ്ഞുമാറ്റി ഉദിച്ചുയർന്ന സൂര്യൻ ഫ്രഞ്ച് സൈന്യത്തിന് ആവേശമായി. ഓസ്റ്റർലിറ്റ്സിലെ സൂര്യൻ, സൺ ഓഫ് ഓസ്റ്റർലിറ്റ്സ് എന്നത് പിന്നീട് നെപ്പോളിയൻ്റെ വിജയങ്ങളുടെ പ്രതീകമായി മാറി. ഫ്രഞ്ച് പട ശത്രുനിരയെ രണ്ടായി പിളർത്തി. തണുത്തുറഞ്ഞ തടാകത്തിന് കുറുകെ ജീവനും കൊണ്ടോടിയ റഷ്യൻ സൈനികർക്ക് നേരെ ഫ്രഞ്ച് പീരങ്കികൾ തീ തുപ്പി. മഞ്ഞുകട്ടകൾ പൊട്ടി ആയിരക്കണക്കിന് ശത്രു സൈനികർ തടാകത്തിൽ മുങ്ങി മരിച്ചു. ഈ ഒരൊറ്റ പരാജയത്തോടെ ഓസ്ട്രിയ കീഴടങ്ങി. അതോടെ 1000 വർഷത്തെ ചരിത്രമുള്ള വിശുദ്ധ റോമൻ സാമ്രാജ്യം എന്നേക്കുമായി ഇല്ലാതായി. തുടർന്ന് 1806 നെപ്പോളിയനെ വെല്ലുവിളിക്കാൻ വന്ന പ്രഷ്യൻ സൈന്യത്തെ ജന ഔട്ട്സ്റ്റഡ് യുദ്ധത്തിൽ വെറും ഒറ്റ ദിവസം കൊണ്ട് അദ്ദേഹം നാമാവശേഷമാക്കി. ഒടുവിൽ 1807 റഷ്യൻ ചക്രവർത്തി അലക്സാണ്ടർ I നെപ്പോളിയനുമായി സമാധാനത്തിന് തയ്യാറായി. നെയ്മാൻ നദിയുടെ നടുവിൽ നിർമ്മിച്ച ഒരു പ്രത്യേക ചങ്ങാടത്തിൽ വെച്ചാണ് ഇരുവരും ചരിത്രപ്രസിദ്ധമായ ടിൽസിറ്റ് ഉടമ്പടി ഒപ്പുവെച്ചത്. ഇതോടെ യൂറോപ്പിലെ ഒട്ടുമിക്ക ഭാഗങ്ങളും നെപ്പോളിയൻ്റെ കാൽ കീഴിലാവുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഖ്യകക്ഷികളാവുകയോ ചെയ്തു. നെപ്പോളിയൻ തൻ്റെ സാമ്രാജ്യം കുടുംബാംഗങ്ങൾക്കിടയിൽ പങ്കുവച്ചു. തൻ്റെ സഹോദരന്മാരെ സ്പെയിനിലും നെതർലാൻഡിലും വെസ്റ്റ് ഫാലിയയിലും രാജാക്കന്മാരാക്കി. അദ്ദേഹം യൂറോപ്പിൻ്റെ ഭൂപടം തൻ്റെ ഇഷ്ടത്തിന് മാറ്റിവരച്ചു. പക്ഷേ ഇത് പല രാജ്യങ്ങളിലും ദേശീയതാ ബോധം വളർത്താൻ കാരണമായി. തങ്ങളെ ഭരിക്കാൻ വിദേശികൾ വരുന്നത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ സമയത്താണ് ബ്രിട്ടനെ തകർക്കാൻ അദ്ദേഹം കോണ്ടിനെൻ്റൽ സിസ്റ്റം നടപ്പാക്കിയത്. യൂറോപ്പിൽ ഒരു രാജ്യവും ബ്രിട്ടനുമായി വ്യാപാരം നടത്തരുത് എന്നതായിരുന്നു നിയമം. പക്ഷെ ബ്രിട്ടന് പകരം യൂറോപ്പിലെ സാധാരണക്കാർക്കാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് ഏറെ അനുഭവിക്കേണ്ടി വന്നത്. സാധനങ്ങളുടെ വില കൂടി, കള്ളക്കടത്ത് വർദ്ധിച്ചു. ഇത് നെപ്പോളിയനെതിരെ ജനവികാരം വളർത്തി. സ്പെയിനിൽ തൻ്റെ സഹോദരൻ ജോസഫിനെ രാജാവാക്കിയത് നെപ്പോളിയന് വലിയ വിനയായി. സ്പാനിഷ് ജനത അദ്ദേഹത്തിനെതിരെ ഗറില്ല യുദ്ധം തുടങ്ങി. ഈ യുദ്ധം നെപ്പോളിയൻ്റെ സൈന്യത്തെ സാവധാനം ചോർത്തിക്കളഞ്ഞു. സ്പാനിഷ് അൾസർ എന്നാണ് അദ്ദേഹം ഇതിനെ വിളിച്ചത്. ഈ യുദ്ധം വർഷങ്ങളോളം നീണ്ടുനിന്നു. ആയിരക്കണക്കിന് മികച്ച സൈനികർ അതിനിടെ കൊല്ലപ്പെട്ടു. ഇതേ സമയം നെപ്പോളിയൻ തൻ്റെ വ്യക്തി ജീവിതത്തിൽ വലിയൊരു തീരുമാനമെടുത്തു. ജോസഫൈന് കുട്ടികളില്ലാത്തതിനാൽ സാമ്രാജ്യത്തിന് ഒരു അനന്തരാവകാശി വേണമെന്ന ആഗ്രഹത്തിൽ അദ്ദേഹം അവളെ വിവാഹമോചനം ചെയ്തു. ശേഷം ഓസ്ട്രിയൻ രാജകുമാരി മേരി ലൂയിസിനെ വിവാഹം കഴിച്ചു. അവർക്കൊരു മകൻ ജനിച്ചു, നെപ്പോളിയൻ II. എന്നാൽ ജോസഫൈനോടുള്ള സ്നേഹം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ബാക്കിയായിരുന്നു. വർഷം 1812 യൂറോപ്പിലാകെ തൻ്റെ സാമ്രാജ്യം വ്യാപിപ്പിച്ച നെപ്പോളിയന് മുന്നിൽ ഒരു വലിയ വെല്ലുവിളി ഉയർന്നു. ടിൽസിറ്റ് ഉടമ്പടി ലംഘിച്ചുകൊണ്ട് റഷ്യൻ ചക്രവർത്തി അലക്സാണ്ടർ I ഫ്രാൻസിൻ്റെ ബദ്ധശത്രുവായ ബ്രിട്ടനുമായി രഹസ്യമായി വ്യാപാരം ആരംഭിച്ചു. ഇത് നെപ്പോളിയനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിശ്വാസവഞ്ചനയായിരുന്നു. റഷ്യയെ ഒരു പാഠം പഠിപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. യൂറോപ്പിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുമായി അദ്ദേഹം ഒരു ഭീമൻ സൈന്യത്തെ സജ്ജമാക്കി. 6 ലക്ഷത്തിലധികം സൈനികരടങ്ങുന്ന സാക്ഷാൽ ഗ്രാൻഡ് ആർമി. ചരിത്രം അതുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ സൈനിക മുന്നേറ്റമായിരുന്നു അത്. ദിവസങ്ങൾക്കുള്ളിൽ റഷ്യ കീഴടക്കുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ജൂൺ മാസത്തിൽ ആ വൻപട നെയ്മാൻ നദി കടന്ന് റഷ്യൻ മണ്ണിലേക്ക് കാലുകുത്തി. എന്നാൽ റഷ്യക്കാർ പയറ്റിയത് തികച്ചും വ്യത്യസ്തവും ക്രൂരവുമായ മറ്റൊരു തന്ത്രമായിരുന്നു. സ്കോച്ച് എർത്ത് പോളിസി. നെപ്പോളിയൻ്റെ ഭീമൻ സൈന്യത്തോട് നേരിട്ട് ഏറ്റുമുട്ടുന്നതിനു പകരം റഷ്യൻ സൈന്യം പിൻവാങ്ങാൻ തുടങ്ങി. വെറുതെ പിൻവാങ്ങുകയായിരുന്നില്ല, മറിച്ച് തങ്ങൾ കടന്നു പോകുന്ന വഴിയിലുള്ള സകലതും അവർ ചാമ്പലാക്കി. വിളവെടുക്കാൻ പാകമായ കൃഷിയിടങ്ങൾ കത്തിച്ചു, കിണറുകളിൽ വിഷം കലക്കി, പാലങ്ങളും വീടുകളും തകർത്തു. ഫ്രഞ്ച് സൈന്യത്തിന് ഒരിട്ട് വെള്ളമോ ഭക്ഷണമോ ലഭിക്കരുത് എന്നതായിരുന്നു ഇതിന് പിന്നിലെ തന്ത്രം. കടുത്ത വേനലിൽ വിശപ്പും ദാഹവും ടൈഫസ് പോലുള്ള പകർച്ചവ്യാധികളും കാരണം ലക്ഷക്കണക്കിന് ഫ്രഞ്ച് സൈനികർ വഴി നീളെ മരിച്ചു വീണു, ഒരു വെടിയുണ്ട പോലും ഉതിർക്കപ്പെടാതെ. ഒടുവിൽ സെപ്റ്റംബർ 7 മോസ്കോയ്ക്ക് പടിഞ്ഞാറുള്ള ബൊറോഡിനോ എന്ന ഗ്രാമത്തിൽ വെച്ച് റഷ്യൻ സൈന്യം ഫ്രഞ്ച് പടയെ നേരിട്ടു. ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ ഒരൊറ്റ ദിന പോരാട്ടങ്ങളിലൊന്ന്.
70,000-ലധികം മനുഷ്യർ ആ ഒരൊറ്റ ദിവസം കൊണ്ട് അവിടെ വെടിയേറ്റും പീരങ്കി ഉണ്ടകളേറ്റും ചിന്നിച്ചിതറി. ആ യുദ്ധം ഒരു വിധത്തിൽ വിജയിച്ച നെപ്പോളിയൻ വലിയ പ്രതീക്ഷകളോടെ മോസ്കോ നഗരത്തിൽ പ്രവേശിച്ചു. പക്ഷെ അദ്ദേഹത്തിനെ കാത്തിരുന്നത് ഒരു വലിയ ശൂന്യതയായിരുന്നു. നഗരം പൂർണ്ണമായും വിജനമായിരുന്നു. അന്ന് രാത്രി റഷ്യക്കാർ തന്നെ തങ്ങളുടെ സ്വന്തം നഗരത്തിന് തീയിട്ടു. മരം കൊണ്ടുള്ള വീടുകൾ കത്തിയമർന്നു. പുകയുന്ന മോസ്കോയുടെ ചാരത്തിലിരുന്ന് നെപ്പോളിയൻ റഷ്യൻ ചക്രവർത്തി അലക്സാണ്ടർ ഒന്നാമൻ്റെ സമാധാന ദൂതനെയും കാത്തിരുന്നു. ദിവസങ്ങൾ ആഴ്ചകളായി, പക്ഷേ ആരും വന്നില്ല. ഒടുവിൽ ഒക്ടോബർ പകുതിയോടെ നെപ്പോളിയൻ ആ കൈപ്പേറിയ സത്യം തിരിച്ചറിഞ്ഞു. റഷ്യ കീഴടങ്ങുന്നില്ല. ഗത്യന്തരമില്ലാതെ അദ്ദേഹം സൈന്യത്തോട് പിൻവാങ്ങാൻ ഉത്തരവിട്ടു. എന്നാൽ അത് വളരെ വൈകിപ്പോയിരുന്നു. റഷ്യയുടെ ഏറ്റവും വലിയ സഖ്യകക്ഷി ആ യുദ്ധഭൂമിയിലേക്ക് കടന്നു വന്നു. ജനറൽ വിൻ്റർ എന്നറിയപ്പെടുന്ന അതികഠിനമായ റഷ്യൻ മഞ്ഞുകാലം. താപനില -30 ഡിഗ്രിക്ക് വരെ താഴെ പോയി. ശരിയായ ശൈത്യകാല വസ്ത്രങ്ങളില്ലാതെ ഫ്രഞ്ച് സൈനികർ മരവിച്ചു മരിച്ചു. വിശപ്പ് സഹിക്കാനാവാതെ അവർ സ്വന്തം കുതിരകളെ പോലും കൊന്നു തിന്നു. ഇതിനിടയിൽ റഷ്യൻ ഗറില്ല പോരാളികളും ഖൊസാക്കുകളും ഫ്രഞ്ച് നിരകളെ നിരന്തരം ആക്രമിച്ചു. ബെറീസീന നദി കടക്കുമ്പോഴേക്കും സൈന്യം പൂർണ്ണമായും തകർന്നിരുന്നു. റഷ്യയിലേക്ക് മാർച്ച് ചെയ്ത 6 ലക്ഷം പേരിൽ ജീവനോടെ ഫ്രാൻസിൽ തിരിച്ചെത്തിയത് വെറും 30,000-ഓളം സൈനികർ മാത്രമായിരുന്നു. യൂറോപ്പിനെ വിറപ്പിച്ച നെപ്പോളിയൻ്റെ പ്രതാപം ആ റഷ്യൻ മഞ്ഞിൽ എന്നേക്കുമായി ഉരുകിത്തീർന്നു. അദ്ദേഹത്തിൻ്റെ പതനത്തിൻ്റെ യഥാർത്ഥ തുടക്കം അവിടെ നിന്നായിരുന്നു. റഷ്യയിലെ പരാജയം കണ്ടതോടെ യൂറോപ്പിലെ എല്ലാ ശക്തികളും ഒന്നിച്ചു. ബ്രിട്ടൻ, റഷ്യ, ഓസ്ട്രിയ, പ്രഷ്യ എന്നിവർ ചേർന്ന് നെപ്പോളിയനെ ആക്രമിച്ചു. 1813 ലിപ്സിക് യുദ്ധത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടു. 1814 മാർച്ചിൽ സഖ്യകക്ഷികൾ പാരീസ് പിടിച്ചെടുത്തു. മറ്റൊരു വഴിയുമില്ലാതെ നെപ്പോളിയൻ തൻ്റെ അധികാരം രാജിവെച്ചു. അദ്ദേഹത്തെ ഇറ്റാലിയൻ തീരത്തുള്ള എൽബ എന്ന ചെറിയ ദ്വീപിലേക്ക് നാടുകടത്തി. ഫ്രാൻസിൽ വീണ്ടും പഴയ രാജകുടുംബം ലൂയി 18 അധികാരത്തിൽ വന്നു. ലോകം കരുതി നെപ്പോളിയൻ്റെ കാലം കഴിഞ്ഞുവെന്ന്. എന്നാൽ ആ സിംഹം അവിടെ ഒതുങ്ങി നിൽക്കാൻ തയ്യാറല്ലായിരുന്നു. മെഡിറ്ററേനിയൻ കടലിലെ എൽബ ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടുവെങ്കിലും ആ മുൻ ചക്രവർത്തി തൻ്റെ തോൽവി സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല. ഫ്രാൻസിലേക്ക് മടങ്ങി വന്ന രാജാവ് ലൂയി 18 ഭരണത്തിൽ ജനങ്ങൾ കടുത്ത അതൃപ്തിയിലാണെന്നുള്ള വാർത്തകൾ കടൽ കടന്ന് എൽബയിലുമെത്തി. പഴയ സൈനികർ അപമാനിക്കപ്പെടുന്നു. സാധാരണക്കാർ പട്ടിണിയിലാകുന്നു. ഫ്രാൻസിന് തന്നെ വീണ്ടും ആവശ്യമുണ്ടെന്ന് നെപ്പോളിയൻ തിരിച്ചറിഞ്ഞു. 1815 ഫെബ്രുവരി 26 അർദ്ധരാത്രിയുടെ മറവിൽ ബ്രിട്ടീഷ് കാവൽ കപ്പലുകളോട് കണ്ണുവെട്ടിച്ച് 1000-ഓളം വരുന്ന തൻ്റെ വിശ്വസ്തരായ അനുയായികൾക്കൊപ്പം അദ്ദേഹം എൽബയിൽ നിന്ന് രക്ഷപ്പെട്ടു. മാർച്ച് 1 അദ്ദേഹം ഫ്രാൻസിൻ്റെ തെക്കൻ തീരത്ത് കാലുകുത്തി. അവിടെ നിന്ന് പാരീസിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ഐതിഹാസികമായ യാത്ര ആരംഭിച്ചു. നെപ്പോളിയൻ തിരിച്ചെത്തിയതറിഞ്ഞ് ഫ്രഞ്ച് രാജാവ് പരിഭ്രാന്തനായി. അവനെ ഒരു ഇരുമ്പ് കൂട്ടിലടച്ച് എൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്ന ഉത്തരവോടെ രാജാവ് തൻ്റെ സൈന്യത്തെ നെപ്പോളിയനെ പിടികൂടാൻ അയച്ചു. ഗ്രനോബിൾ നഗരത്തിന് സമീപമുള്ള ഒരു പാതയിൽ വെച്ച് രാജാവിൻ്റെ 5ാം റെജിമെൻ്റ് സൈന്യം നെപ്പോളിയന് നേരെ തോക്കുകൾ ചൂണ്ടി നിന്നു. രക്തരൂക്ഷിതമായ ഒരു പോരാട്ടം ഉറപ്പായ നിമിഷം. പക്ഷേ അവിടെ ചരിത്രം അമ്പരപ്പോടെ കണ്ടുനിന്ന ആ കാഴ്ച അരങ്ങേറി. തൻ്റെ അനുയായികളോട് ആയുധം താഴെ വയ്ക്കാൻ ആവശ്യപ്പെട്ട ശേഷം നെപ്പോളിയൻ കുതിരപ്പുറത്തു നിന്നിറങ്ങി. തോക്കുകൾ ചൂണ്ടി നിൽക്കുന്ന ഫ്രഞ്ച് സൈനികർക്ക് നേരെ അദ്ദേഹം ഒറ്റയ്ക്ക് നടന്നു ചെന്നു. ആരും പ്രതീക്ഷിക്കാത്ത വിധം തൻ്റെ പ്രശസ്തമായ ചാരനിറത്തിലുള്ള കോട്ട് തുറന്ന് നെഞ്ചു വിരിച്ചു കാണിച്ചുകൊണ്ട് അദ്ദേഹം ഗർജിച്ചു. 5ാം റെജിമെൻറ്റിലെ സൈനികരെ, നിങ്ങൾക്കെന്നെ മനസ്സിലായോ? നിങ്ങളുടെ ചക്രവർത്തിയെ കൊല്ലാൻ നിങ്ങളിൽ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഇതാ ഞാൻ തയ്യാർ. വെടിവെക്കൂ. നിശബ്ദത തളം കെട്ടിയ ഏതാനും നിമിഷങ്ങൾ. പെട്ടെന്ന് ആ തോക്കുകളുടെ ബാരലുകൾ താഴ്ന്നു. പല സൈനികരുടെയും കണ്ണുകൾ നിറഞ്ഞു. ചക്രവർത്തി നീണാൾ വാഴട്ടെ എന്ന ആവേശഭരിതമായ മുദ്രാവാക്യം ആ താഴ്വരയെ പ്രകമ്പനം കൊള്ളിച്ചു. നെപ്പോളിയനെ പിടിക്കാൻ വന്നവർ അദ്ദേഹത്തിൻ്റെ സ്വന്തം അംഗരക്ഷകരായി മാറി. പാരീസിലേക്കുള്ള വഴി നീളെ ആയിരക്കണക്കിന് സൈനികർ അദ്ദേഹത്തിനോടൊപ്പം ചേർന്നു. ഒരു വലിയ മഞ്ഞുമല ഉരുളും പോലെ ആ സൈന്യം പാരീസിലേക്ക് ഇരച്ചു കയറി. ഭയന്നുപോയ ലൂയി രാജാവ് രാത്രിക്ക് രാത്രി തലസ്ഥാനം വിട്ടോടി. ഒരു തുള്ളി രക്തം പോലും വീഴ്ത്താതെ, ഒരു വെടിയുണ്ട പോലും ഉതിർക്കാതെ നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ അധികാരം തിരികെ പിടിച്ചു. ചരിത്രത്തിൽ ഇത്രയും നാടകീയമായ ഒരു തിരിച്ചുവരവ് വേറെയില്ല.
ഫ്രാൻസിൻ്റെയും ലോകത്തിൻ്റെയും ഭാവിയെ വീണ്ടും യുദ്ധത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയ നെപ്പോളിയൻ്റെ അവസാനത്തെ ആ അധികാര കാലയളവിനെ ചരിത്രം സ്മരിക്കുന്നത് 100 ദിവസങ്ങൾ എന്നാണ്, ദി 100 ഡേയ്സ്. നെപ്പോളിയൻ വീണ്ടും പാരീസിലെ സിംഹാസനത്തിൽ എത്തിയെന്ന വാർത്ത യൂറോപ്പിലാകെ വലിയൊരു ഞെട്ടലുണ്ടാക്കി. ഓസ്ട്രിയയിലെ വിയന്നയിൽ സമാധാന ചർച്ചകളിൽ ഏർപ്പെട്ടിരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്ന് വീണ്ടും ഒന്നിച്ചു. ചരിത്രത്തിൽ ആദ്യമായി അവർ ഒരു രാജ്യത്തിനെതിരെയല്ല, മറിച്ച് ഒരൊറ്റ മനുഷ്യനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ലോക സമാധാനത്തിന് ഭീഷണിയായ ഒരു നിയമവിരുദ്ധനായി നെപ്പോളിയനെ അവർ പ്രഖ്യാപിച്ചു. ശത്രുക്കൾ ഒരുമിച്ച് ചേർന്ന് തന്നെ ആക്രമിക്കാൻ വരുന്നതിന് മുൻപ് അവർക്കിടയിലേക്ക് ഇടുത്തി പോലെ ചെന്ന് വീഴുക എന്നതായിരുന്നു നെപ്പോളിയൻ്റെ പദ്ധതി. ഇതിനായി അദ്ദേഹം തൻ്റെ 100,000-ഓളം വരുന്ന വിശ്വസ്തരായ സൈന്യവുമായി അതിവേഗം വടക്കോട്ട് ബെൽജിയത്തിലേക്ക് മാർച്ച് ചെയ്തു. 1815 ജൂൺ 18 ലോക ചരിത്രത്തിൻ്റെ ഗതി മാറ്റി എഴുതിയ ദിനം. ബെൽജിയത്തിലെ വാട്ടർലൂ എന്ന സ്ഥലം. നെപ്പോളിയനെ കാത്ത് അവിടെ നിലയുറപ്പിച്ചിരുന്നത് ബ്രിട്ടീഷ് സൈനിക പ്രതിഭയായ ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടണും അദ്ദേഹത്തിൻ്റെ സഖ്യകക്ഷികളുമായിരുന്നു. കിഴക്കുനിന്ന് പ്രഷ്യൻ ജനറൽ ഗെർഹാർഡ് ലേബറക്ട് വോൺ ബ്യൂച്ചറിൻ്റെ നേതൃത്വത്തിലുള്ള വലിയൊരു സൈന്യവും വെല്ലിംഗ്ടണെ സഹായിക്കാൻ കുതിച്ചെത്തുന്നുണ്ടായിരുന്നു. 1815 ജൂൺ 18 ലോക ചരിത്രത്തിൻ്റെ ഗതി മാറ്റി എഴുതിയ ദിനം. ബെൽജിയത്തിലെ വാട്ടർലൂ എന്ന സ്ഥലം. നെപ്പോളിയനെ കാത്ത് അവിടെ നിലയുറപ്പിച്ചിരുന്നത് ബ്രിട്ടീഷ് സൈനിക പ്രതിഭയായ ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടണും കിഴക്കുനിന്ന് പ്രഷ്യൻ ജനറൽ ഗെർഹാർഡ് ലേബറക്ട് വോൺ ബ്ലൂച്ചറിൻ്റെ നേതൃത്വത്തിലുള്ള വലിയൊരു സൈന്യവും വെല്ലിംഗ്ടണെ സഹായിക്കാൻ കുതിച്ചെത്തുന്നുണ്ടായിരുന്നു. ഈ രണ്ട് സൈന്യങ്ങളും ഒന്നിക്കുന്നതിന് മുൻപ് വെല്ലിംഗ്ടണെ തകർക്കുക എന്നതായിരുന്നു നെപ്പോളിയൻ്റെ ലക്ഷ്യം. എന്നാൽ പ്രകൃതി നെപ്പോളിയന് എതിരായിരുന്നു. തലേദിവസം രാത്രി പെയ്ത കനത്ത മഴയിൽ വാട്ടർലൂവിലെ യുദ്ധഭൂമി ഒന്നാകെ വലിയൊരു ചെളിക്കുളമായി മാറിയിരുന്നു. അത് രാവിലെ തുടങ്ങേണ്ടിയിരുന്ന ആക്രമണം നെപ്പോളിയന് ഉച്ചയ്ക്കടുത്തേക്ക് മാറ്റിവെക്കേണ്ടി വന്നു. തൻ്റെ ഏറ്റവും വലിയ ആയുധമായ പീരങ്കികൾ ആ ചെളിയിലൂടെ മുന്നോട്ട് നീക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. മാത്രവുമല്ല, പീരങ്കി ഉണ്ടകൾ പൊട്ടിത്തെറിക്കുകയോ കുതിച്ചു ചാടുകയോ ചെയ്തില്ല. ഈ കാലതാമസം വെല്ലിംഗ്ടണും വലിയൊരു ആശ്വാസമായി. ഒരു കുന്നിൻ ചെരുവിൽ ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ തൻ്റെ സൈന്യത്തെ വിന്യസിച്ച വെല്ലിംഗ്ടൺ ഫ്രഞ്ച് സൈന്യത്തിൻ്റെ തുടർച്ചയായ ആക്രമണങ്ങൾ തടഞ്ഞു നിർത്തി. ഹ്യൂഗോമോണ്ട് എന്ന ഫാമിൽ നടന്ന രക്തരൂക്ഷിതമായ പോരാട്ടം ഇതിൻ്റെ ബാക്കി പത്രമായിരുന്നു. സമയം വൈകുന്നേരത്തോടടുത്തു. യുദ്ധം സമനിലയിലാണെന്ന് തോന്നിപ്പിച്ച നിർണായക നിമിഷത്തിൽ കിഴക്കൻ ചക്രവാളത്തിൽ വലിയൊരു പൊടിപടലമുയർന്നു. അത് തന്നെ സഹായിക്കാനെത്തുന്ന ഫ്രഞ്ച് സൈന്യമാണെന്ന് നെപ്പോളിയൻ ആദ്യം വിശ്വസിച്ചു. എന്നാൽ അത് ജനറൽ ബ്ലൂച്ചറിൻ്റെ പ്രഷ്യൻ സൈന്യമായിരുന്നു. ഇതോടെ നെപ്പോളിയൻ്റെ കണക്കുകൂട്ടലുകൾ പൂർണ്ണമായും പിഴച്ചു. ഗത്യന്തരമില്ലാതെ അതുവരെ പരാജയമറിയാത്ത തൻ്റെ സ്വന്തം ഓൾഡ് ഗാർഡിനെ, ഇംപീരിയൽ ഗാർഡ്, അദ്ദേഹം അവസാന ശ്രമമെന്ന നിലയിൽ യുദ്ധഭൂമിയിലേക്ക് ഇറക്കി. പക്ഷെ ബ്രിട്ടീഷ് വെടിയുണ്ടകൾക്ക് മുന്നിൽ ആദ്യമായി ആ വീര സൈനികർ പിന്തിരിഞ്ഞോടി. ഗാർഡുകൾ പിന്മാറുന്നു എന്ന നിലവിളി ഫ്രഞ്ച് സൈന്യത്തിലാകെ പരിഭ്രാന്തി പരത്തി. ഇരുവശത്തു നിന്നുമുള്ള ശത്രുക്കളുടെ ആക്രമണത്തിൽ ഫ്രഞ്ച് സൈന്യം ചിതറിയോടി. ജീവൻ രക്ഷിക്കാൻ അവർക്ക് യുദ്ധഭൂമിയിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു. ചെളിയിലും ചോരയിലും കുതിർന്ന വാട്ടർലൂവിലെ ആ മൈതാനത്ത് വെച്ച് നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ന ഇതിഹാസത്തിൻ്റെ അവസാന പ്രതീക്ഷയും അസ്തമിച്ചു. ലോകം കീഴടക്കാൻ കൊതിച്ച ആ ചക്രവർത്തിയുടെ പതനം അവിടെ പൂർണ്ണമാകുകയായിരുന്നു. വാട്ടർലൂവിലെ പരാജയത്തോടെ നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ന കൊടുങ്കാറ്റ് എന്നേക്കുമായി അടങ്ങി. പാരീസിൽ തിരിച്ചെത്തിയ അദ്ദേഹം ഗത്യന്തരമില്ലാതെ 1815 ജൂൺ 22 രണ്ടാമതും ഫ്രാൻസിൻ്റെ ചക്രവർത്തി പദത്തിൽ നിന്ന് രാജിവെച്ചു. അമേരിക്കയിലേക്ക് കടക്കാൻ അദ്ദേഹം ശ്രമിച്ചുവെങ്കിലും ബ്രിട്ടീഷ് നാവികപ്പട ആ വഴികളെല്ലാം അടച്ചിരുന്നു. ഒടുവിൽ അദ്ദേഹം ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ കീഴടങ്ങി. ഇത്തവണ ശത്രുക്കൾ ഒരു ചെറിയ വിട്ടുവീഴ്ചയ്ക്ക് പോലും തയ്യാറല്ലായിരുന്നു. എൽബ ദ്വീപിലെ അബദ്ധം ആവർത്തിക്കാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല. അതിനാൽ ഭൂമിയിലെ ഏറ്റവും വിജനമായ, ആർക്കും രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു ജയിൽ അവർ അദ്ദേഹത്തിനായി കണ്ടെത്തി. സെയിൻറ്റ് ഹെലീന. ആഫ്രിക്കൻ തീരത്ത് നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ നടുവിലുള്ള തീർത്തും ഒറ്റപ്പെട്ട ഒരു ചെറിയ അഗ്നിപർവ്വത ദ്വീപ്. യൂറോപ്പിൻ്റെ ഭൂപടം മാറ്റിവരച്ച ആ മനുഷ്യനെ സദാസമയവും കാറ്റടിക്കുന്ന ഈർപ്പവും എലികളും നിറഞ്ഞ ലോങ്വുഡ് ഹൗസ് എന്ന ബംഗ്ലാവിലേക്ക് അവർ മാറ്റി. അദ്ദേഹത്തിന് ചുറ്റും എപ്പോഴും തോക്കേന്തിയ ബ്രിട്ടീഷ് കാവൽക്കാരുണ്ടായിരുന്നു. ദ്വീപിന് ചുറ്റും ബ്രിട്ടീഷ് യുദ്ധക്കപ്പലുകൾ രാപ്പകൽ റോന്തു ചുറ്റി. ലോകം വിറപ്പിച്ച ആ മഹാസൈന്യാധിപൻ ഒരു കൂട്ടിലടയ്ക്കപ്പെട്ട സിംഹത്തെ പോലെയായി. എന്നാൽ ആ വിജനതയിലും
നെപ്പോളിയൻ തൻ്റെ പോരാട്ടം പൂർണ്ണമായി അവസാനിപ്പിച്ചിരുന്നില്ല. അത് വാളുകൾ കൊണ്ടായിരുന്നില്ല, പകരം വാക്കുകൾ കൊണ്ടായിരുന്നു. തൻ്റെ കൂടെ വന്ന ചുരുക്കം ചില വിശ്വസ്തർക്ക് അദ്ദേഹം തൻ്റെ ജീവിതകഥ പറഞ്ഞു കൊടുത്തു. വരും കാലം തന്നെ എങ്ങനെ ഓർക്കണമെന്നതിൻ്റെ തിരക്കഥ അദ്ദേഹം തന്നെ അവിടെ ഇരുന്ന് രചിക്കുകയായിരുന്നു. താൻ നടത്തിയ യുദ്ധങ്ങളും ഓസ്റ്റർലിറ്റ്സിലെയും മാറിങ്കോയിലെയും അത്യുജ്വല വിജയങ്ങളും തൻ്റെ മഹാസൈന്യത്തിൻ്റെ വീരകഥകളും അദ്ദേഹം ഓരോ നിമിഷവും അയവിറക്കി. വിശാലമായി പുസ്തകങ്ങൾ വായിച്ചും ചെറിയൊരു പൂന്തോട്ടം നിർമ്മിച്ചും അദ്ദേഹം ആ ഏകാന്തതയെയും നിരാശയെയും മറികടക്കാൻ ശ്രമിച്ചു. കടൽക്കാറ്റ് വീശുന്ന ആ ദ്വീപിലെ പാറക്കെട്ടുകളിൽ നിന്ന് അറ്റ്ലാന്റിക്കിൻ്റെ അതിരുകളില്ലാത്ത പരപ്പിലേക്ക് നോക്കി നിൽക്കുന്ന നെപ്പോളിയൻ അക്കാലത്തെ ഒരു സ്ഥിരം കാഴ്ചയായിരുന്നു. ആ തിരമാലകൾ പോലെ തൻ്റെ പ്രതാപകാലത്തിൻ്റെ ഓർമ്മകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ആഞ്ഞടിച്ചിട്ടുണ്ടാകാം. ലോകം മുഴുവൻ തൻ്റെ തീരുമാനങ്ങൾക്കായി കാത്തു നിന്നിരുന്നൊരു കാലം. വെറുമൊരു ആർട്ടിലറി ക്യാപ്റ്റനിൽ നിന്നും യൂറോപ്പിൻ്റെ ചക്രവർത്തിയായി വളർന്ന ആ ഇതിഹാസത്തിൻ്റെ ചിറകുകൾ ആ വിജനദ്വീപിൽ എന്നേക്കുമായി അരിഞ്ഞു വീഴ്ത്തപ്പെട്ടിരിക്കുന്നു. ഒരിക്കലും തിരിച്ചു വരാനാകാത്ത വിധം അവിടുത്തെ മണ്ണിൽ അദ്ദേഹം തൻ്റെ അവസാന നാളുകളിലേക്ക് നടന്നു നീങ്ങുകയായിരുന്നു. 1821 മെയ് 5 തൻ്റെ 51-ാം വയസ്സിൽ ആ മഹാചക്രവർത്തി വിടവാങ്ങി. അദ്ദേഹത്തിൻ്റെ അവസാന വാക്കുകൾ ഫ്രാൻസ് സൈന്യം ജോസഫൈൻ എന്നായിരുന്നു. 6-ാം വർഷം സെൻറ്റ് ഹെലീനയിൽ വെച്ചുണ്ടായ അദ്ദേഹത്തിൻ്റെ മരണം വയറ്റിലെ ക്യാൻസർ മൂലമാണെന്ന് പറയപ്പെടുന്നുണ്ട്. എങ്കിലും അതൊരു കൊലപാതകമാണെന്ന് കരുതുന്നവരും ഇന്നും ധാരാളമുണ്ട്. വർഷങ്ങൾക്ക് ശേഷം 1840 അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഫ്രാൻസിലേക്ക് തിരികെ കൊണ്ടുവന്നു. ലക്ഷക്കണക്കിന് ജനങ്ങളുടെ സാന്നിധ്യത്തിൽ പാരീസിലെ ലേ ഇൻവാലിഡിൽ അദ്ദേഹത്തെ അടക്കം ചെയ്തു. ഇന്നും ആ സ്മാരകം അദ്ദേഹത്തിൻ്റെ പ്രതാപത്തിൻ്റെ അടയാളമായി നിൽക്കുന്നു. നെപ്പോളിയൻ ബോണപ്പാർട്ട് ആരായിരുന്നു? ചിലർക്ക് അദ്ദേഹം ഒരു ക്രൂരനായ സ്വേച്ഛാധിപതിയാണ്, ലക്ഷക്കണക്കിന് ആളുകളുടെ മരണത്തിന് കാരണക്കാരനായ യുദ്ധക്കുതിയൻ. എന്നാൽ മറ്റു ചിലർക്ക് അദ്ദേഹം വിപ്ലവത്തിൻ്റെ മൂല്യങ്ങൾ ലോകമെമ്പാടും വ്യാപിപ്പിച്ച ഒരു നവോത്ഥാന നായകനാണ്. അദ്ദേഹം കൊണ്ടുവന്ന ഭരണപരിഷ്കാരങ്ങൾ ആധുനിക ഭരണകൂടങ്ങൾക്ക് ഇന്നും മാതൃകയാണ്. മെട്രിക് സിസ്റ്റം ലോകമെമ്പാടും പ്രചരിപ്പിച്ചതിന് പിന്നിൽ അദ്ദേഹത്തിന് പങ്കുണ്ട്. അദ്ദേഹത്തിൻ്റെ യുദ്ധതന്ത്രങ്ങൾ ഇന്നും ലോകത്തിലെ സൈനിക അക്കാദമികളിൽ പഠിപ്പിക്കുന്നു. അസാധ്യമെന്ന വാക്ക് വിഡ്ഢികളുടെ നിഘണ്ടുവിലാണുള്ളത് എന്ന് അദ്ദേഹം തെളിയിച്ചു. ഒരു സാധാരണക്കാരന് തൻ്റെ കഴിവും പ്രയത്നവും കൊണ്ട് ലോകത്തിൻ്റെ ചക്രവർത്തിയാകാമെന്ന് അദ്ദേഹം കാണിച്ചു തന്നു. വിജയങ്ങളും പരാജയങ്ങളും ഒരുപോലെ തീവ്രമായി അനുഭവിച്ച ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ചരിത്രത്തിലെ ഈ വലിയ മനുഷ്യൻ്റെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഓരോ തവണയും നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പുതിയ പാഠങ്ങൾ പഠിക്കുന്നു. അധികാരത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ നമ്മൾ വരുത്തിയ ചെറിയ പിഴവുകൾ എങ്ങനെ ഒരു സാമ്രാജ്യത്തെ തകർക്കുമെന്ന് നെപ്പോളിയൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്യുക. ചരിത്രത്തിലെ ഇതുപോലുള്ള കൂടുതൽ കഥകൾക്കായി ശ്രീജിത്ത് നറേറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെപ്പോളിയനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? അദ്ദേഹം ഒരു വീരനായകനാണോ അതോ സ്വേച്ഛാധിപതിയാണോ? താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു മികച്ച വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.